ഹലോ, ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നല്ല മത്തിക്കറി തൃശ്ശൂർ സ്റ്റൈലിൽ വെക്കണതാണ് കേട്ടോ. അതായത് ഞങ്ങളുടെയൊക്കെ സ്റ്റൈല് തൃശ്ശൂർ സ്റ്റൈലിലുള്ള മത്തിക്കറിയും അതുപോലെ മത്തി വറുത്തതും, ഞങ്ങളിവിടെ ചാള എന്നാണ് പറയാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ ഏകദേശം 15ഓളം ചാളയാണ് ഞാൻ വറക്കാനായിട്ട് എടുക്കണത് കേട്ടോ. അതിൽ കുറച്ച് തലകൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ചാളയുടെ. പിന്നെ അതുപോലെ തന്നെ ഏകദേശം അത്രയും തന്നെയാണ് വെക്കാനും എടുക്കണത് കേട്ടോ. അപ്പം ഞാൻ ത്രൂ ഔട്ട് ചാള എന്നായിരിക്കും പറയാം കേട്ടോ. മത്തീനെ നമ്മളിവിടെ ചാള എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമുക്ക് വറുക്കാനുള്ളത് ആദ്യം മസാല തേക്കാട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അല്പം പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു ചെറിയ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൂട്ടാം. അപ്പോൾ നമ്മൾ വറുക്കാനുള്ള മീനിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അത്ര നേരം അതിൽ മസാല പിടിച്ചോട്ടെ. ഇനി ഞാൻ വെക്കാനുള്ള കഷ്ണങ്ങൾ ഒരു ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഏകദേശം 15-16 എണ്ണം ആണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെക്കാനുള്ള കഷ്ണങ്ങളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയ അളവിൽ അല്ലെങ്കിൽ 2 നുള്ള് പെരുംജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില കഴുകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്പി കൂട്ടാം കേട്ടോ. അപ്പോൾ നമ്മൾ മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോഴേ നല്ല ഒരു തേങ്ങ ചെരുകിയത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ തിക്ക് പാൽ എന്നിട്ട് വേറൊന്നും മാറ്റി വയ്ക്കുന്നില്ല. ഇത് നല്ല പാലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാലെടുത്ത പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് അതും കൂടെ കഴുകി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഇതിലേക്ക് പാലായിട്ടും വെള്ളമായിട്ടും എടുക്കണത് 3/4 കപ്പാണ് കേട്ടോ. ഞാൻ പുളിക്കായിട്ടേ മൂവാണ്ടൻ മാങ്ങയാണ് ചേർക്കണത്, അതിപ്പോൾ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രം സ്റ്റൗമ വെക്കുക, എന്നിട്ട് ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂടി ഒന്ന് ലൂസാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് തവി കൊണ്ട് ഒന്ന് ഇളക്കുക. കാരണം ഇപ്പോൾ അധികം വെന്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇളക്കിയാൽ കുഴപ്പമില്ല. വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി മറിക്കരുത് കേട്ടോ. പാത്രം ചിറ്റിച്ചാൽ മതി. അപ്പോൾ ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കുക, അല്ലെങ്കിൽ ഒന്ന് ചിറ്റിച്ചാലും മതി. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മൂവാണ്ട മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മാങ്ങയാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രം മൂടിയിട്ട് കൊടുക്കുക. ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ, തിളച്ച് മറിഞ്ഞ് പോവാതിരിക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് അടച്ചും തുറന്നും ചിറ്റിച്ചിട്ടും ഒന്ന് വേവിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മൂടിയിട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മളെ കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറവിലാണ് കേട്ടോ നമ്മളിത് വേവിക്കുക. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറി വെന്തുന്നായിട്ടാ. അതുപോലെ തവിയിൽ നമ്മുടെ ഈ ചാറൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും നമ്മളിതുപോലെ കോരിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ മാങ്ങ കഷ്ണമൊക്കെ അത് ഉടയാണ്ട് കാണിച്ചു തരാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി താളിക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാൻ സ്റ്റൗ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയും ചൂടായപ്പോൾ അതിലേക്ക് ഞാനൊരു 6ഓളം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ഇത് ചേർത്തിട്ട് അതൊന്ന് നല്ല ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് മുരിച്ച് എടുക്കാം കേട്ടോ. അതിലേക്ക് വേപ്പില ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോഴേ വേപ്പിലും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. താളിച്ച് ഇങ്ങനെ ചേർക്കുമ്പോഴേ ഈ കറി കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് കൊണ്ട് അധികം എരിവും കൂടില്ല. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചട്ടിയിലുള്ള അംശങ്ങളൊക്കെ കുറച്ച് ചാറെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് തിരിച്ചിതിലേക്ക് തന്നെ ഇടാട്ടോ. അപ്പോൾ അതാ സൂപ്പർ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള നമ്മുടെ മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊരിക്കാനുള്ള മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ മീൻ പൊരിക്കാനായിട്ട് അതേ പാൻ തന്നെ ഞാനൊന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 മീൻ വീതം അല്ലെങ്കിൽ 5 മീൻ വീതം ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കരിയാതെ നമുക്ക് അത് പൊരിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തതേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മീനും വറുത്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളതുമായ നമ്മുടെ മത്തിക്കറി തൃശ്ശൂർ സ്റ്റൈലിലുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിച്ചോട്ടെ. എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.